ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നെഹാ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ മജ്ബൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സ്പൈസസ് ആണ് വേണ്ടത്. ഞാനിവിടെ 2 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം പട്ട, 8 ഗ്രാമ്പു, പിന്നെ ഒരു തക്കോലം എടുത്തിട്ടുണ്ട്, 8 ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു ജാതിപത്രി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഉണക്കനാരങ്ങയാണ്. ഞാനിപ്പോൾ 2 ഉണക്കനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ ഞാൻ നല്ല ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഫ്ലേവർ ചോറിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ മാഗിയുടെ ഒരു ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ്. അപ്പോൾ ഈ സവാള സ്ലൈസ് ചെയ്തെടുത്തത് നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സവാള ഇവിടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണിത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം എരിവൊക്കെ ഉള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ഇത് നെടുകെ കീറൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ്, ഇതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ നല്ല 2 പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ തക്കാളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അറബിക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതായത് മന്തി മസാലയോ അല്ലെങ്കിൽ കപ്സ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. മജ്ബൂസ് മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ഏകദേശം 1 കിലോ ചിക്കൻ്റെ അടുത്ത് വരും. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കും. തൊലിയോട് കൂടിയുള്ള ചിക്കനാണ് അറബിക് മജ്ബൂസൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധാരണ അവർ എടുക്കാറുള്ളത്. പക്ഷേ എനിക്കിവിടെ തൊലിയോട് കൂടിയുള്ള ചിക്കൻ കിട്ടിയില്ല. പിന്നെ അവർ 2 പീസോ അല്ലെങ്കിൽ 4 പീസൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ചിക്കനുമേ നല്ലോണം പിടിക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചേർത്തില്ലേ, അതിനുശേഷം തക്കാളി നല്ലോണം വേവിച്ചുടച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്, നമ്മൾ ചിക്കൻ ഇടുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഞാനത് മറന്നു പോയതായിരുന്നു. ഇനിയിപ്പോൾ ഇട്ടാലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു 3 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി കേട്ടോ. അധികമൊന്നും ചേർക്കേണ്ട, ഒരു 3 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ റൈസിന്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 5.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിനാണ് കേട്ടോ 5.5 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ വേവാനായിട്ട് താമസം പിടിക്കും. 3 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 5.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഇതിൽ നിന്ന് മാറ്റാം.
നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ പീസും ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ചിക്കൻ പീസ് നമ്മൾ വേണമെങ്കിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടിയിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഓവനിലല്ല ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്, നോൺ സ്റ്റിക്ക് പാനിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി വാരിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ 5.5 കപ്പ് വെള്ളമാണ് ചേർത്തിരുന്നത്. അപ്പോൾ ശരിക്കും 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ എടുക്കുമ്പോൾ 6 കപ്പ് വേണം. പക്ഷേ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അതുകൊണ്ടാണ് 5.5 കപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 കപ്പ് ബസ്മതി റൈസ് എടുക്കുമ്പോൾ 5.5 കപ്പ് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇനി റൈസ് ഇതിലിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. റൈസ് നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ റൈസിൽ ഇപ്പോൾ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടി വേവാനുണ്ട്, വെള്ളം വറ്റി വരാനുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ റൈസൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. പിന്നെ ഞാനൊരു ചെറിയ നാരങ്ങയുടെ പകുതി ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത അറബിക് സ്പൈസസിൽ നിന്നും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടിക്കോളും. അപ്പോൾ ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ല കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. നമ്മളെ ചിക്കൻ ആൾറെഡി കുക്കായതാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പുറമേ ഒന്ന് ഒരു ഗ്രിൽഡ് ചെയ്തൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു വശം ഒന്നിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് റൈസിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ വേണം നമ്മൾ റൈസ് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ റൈസൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ചേർത്ത വെള്ളം കംപ്ലീറ്റ് വറ്റിയതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. അപ്പോൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇങ്ങനെ റൈസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ റൈസിലുണ്ട്. സെർവ് ചെയ്യുമ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് വെച്ച് കൊടുത്താലും മതി. പിന്നെ ഇപ്പോൾ നമ്മൾ റൈസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പൊരിച്ച ചിക്കൻ്റെ ഒരു ഫ്ലേവറും കൂടി റൈസിലോട്ട് ഇറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് അടച്ച് വെക്കാം ഒരു 5 മിനിറ്റ്. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നല്ല അറബിക് സ്റ്റൈലുള്ള ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്